ഗൈസ് നോക്കൂ, അടുത്ത ദിവസം വീട് നമ്മളങ്ങനെ മോഡിഫൈ ചെയ്തു. വണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിലും വീട് നമ്മൾ ലൈറ്റായിട്ട് ഫുള്ള് മോഡിഫൈ ചെയ്ത് സെറ്റ്. രാത്രിയില്ല നമ്മൾ മോഡിഫൈ ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ വണ്ടീനെ കിടക്കാച്ച ലുക്കിലോട്ട് മാറ്റണം. ഇന്ന് ഫുള്ള് കൂളിംഗ് ഒട്ടിക്കാൻ പോകട്ടെ. ഫ്രണ്ട് ഗ്ലാസ് ഒഴികെ ബാക്കി മൊത്തം കൂളിംഗ് ഒട്ടിക്കുക. ഫ്രണ്ട് ഗ്ലാസ് കൂളിംഗ് ഒട്ടിക്കാനുള്ള ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് ഫ്രണ്ട് ഗ്ലാസ് ഒട്ടിക്കുന്നില്ല. വണ്ടി കൂളിംഗ് ഒട്ടിക്കണം. പിന്നെ അത് കൂടാതെ നമ്മൾ നേരെ ജോസ്ഫിൻ സാറിനെ കൊണ്ട് അടുത്ത ഹോസ്പിറ്റലിൽ പോവാണ്. അതായത് ഒന്ന് മൊത്തം MRIയും CT എടുക്കണം. അപ്പോൾ കാലിന് എന്തോരം പൊട്ടലുണ്ടോ സംഭവം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ സംഭവങ്ങളും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. നീ എന്നെ ഇങ്ങനെ കൈ കെട്ടിയിരിക്കുന്നത് എടാ പറഞ്ഞു കൊടുക്കണം. നിന്റെ കാറിന്റെ പറഞ്ഞു കൊടുക്കണം ജവിനെ. ആരാ തുറന്നാലും എവിടെയെങ്കിലും പിടിച്ച് സാധാരണ കീ അടുത്ത് വന്ന് തുറക്കണ്ടല്ലോ. തുറന്നു നീ ഇത് ലോക്ക് ബട്ടൺ പിടിച്ചേക്കടാ. അത് ലോക്കാന്ന് അപ്പുറത്തെ. മനസ്സിലായില്ല, എനിക്ക് അറിയാമില്ലോന്നുള്ള ഫുള്ള് കൂളിംഗ് അടിക്കണം കേട്ടോ. അത് കണ്ടോ ഫുള്ള് ഇതിന് ഇവിടെ മാത്രമേ കൂളിംഗ് ഉള്ളൂ, ബാക്കി ഫുള്ള് കൂളിംഗ്. നല്ല സെറ്റപ്പ് ആകത്തുള്ളൂ. എടുത്ത് തുറന്നു കൊടുക്കടാ. നമ്മളെ നേരെ ജോസ്ഫിൻ സാറിനെ കൊണ്ട് പോവാണ്. അവിടെ പോയിട്ട് സാറിനെ ഹോസ്പിറ്റലിൽ കാണിക്കണം. എന്നിട്ട് നമുക്ക് നേരെ ബാക്കി പരിപാടി. പിന്നെ അത് കൂടാതെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ കൂളിംഗ് ഒട്ടിക്കണം. അത് താത്ത് ഇതിന്റെ നീ ഡ്രൈവർ സീറ്റിൽ കയറ്. അതിനിപ്പോ തൽക്കാലം ഇതിട്ട് പറഞ്ഞല്ലോ ഇതല്ലേ. ചുച്ചില്ല, ഇതിന്റെ ചുറ്റ എവിടെയാ? ഇതിനിവിടെ എന്തെങ്കിലും ഞെക്കുന്നുണ്ടോ? പോട്ടെ, ഒരു മിനിറ്റ്. ആ ഇതല്ലേ അടി, ഇതല്ലേ തുറന്നില്ല. നോക്കിയല്ലേ പിന്നെ ഇതല്ലേ ലോക്ക് പോയതല്ലേ, ജാമായി പോയതടി. നീ താത്തിക്കേ എണ്ണ ഒഴിച്ച് ഇവിടെ എടുത്ത് വയ്ക്കും. ആയിക്കോട്ടെ, നീ താത്തിക്കേ. നല്ലൊരു സാധനം കിട്ടിയതാ. ഇതിന്റെ കൂടുതൽ മാറേ കൈ മാറ്റ് നിന്റെ കൈ മാറ്റ് അറിഞ്ഞേ തുറന്നേ. അവിടെ കൊറേ നാളായിട്ട് തുറക്കാതിരുന്നിട്ടായത്. പോവാ പിന്നെ തുറക്ക. നീ മറ്റേ ഇത് മാറ്റ്. ഈ നമ്പർ കിട്ടത്തില്ല, അവര് കൊണ്ടുപോകും. ഈ നമ്പറിന് ലിബിനെ, ഈ നമ്പറിന് 40 ലക്ഷം രൂപ. ഇങ്ങനത്തെ 5 നമ്പർ ഉണ്ടായാലും എടുത്ത്. അതെ ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ നേരെ ജോസ്ഫിൻ സാറിന്റെ അടുത്തോട്ട് പോവാണ്. അതായത് മാട്ര. ഞങ്ങളുടെ ഇവിടെ നിന്ന് അത്യാവശ്യം എത്ര ദൂരം ഉണ്ടാവും അവിടെ? നമ്മുടെ അവിടെ നിന്ന് ഒരു 16-17 കിലോമീറ്റർ ഉണ്ടാവും മാട്രയ്ക്ക്. യെസ്. അതിന് മുമ്പായിട്ട് ദീപുച്ചാൻ്റെ ഇവിടെ ഉണ്ട്. ദീപുച്ചാൻ്റെ കൂട്ടുകാരൻ്റെ ഏതോ വണ്ടി പിന്നെ ആക്സിഡൻ്റ് ആയിട്ട് അത് ക്ലെയിമിനെങ്ങാനും കൊണ്ടുവന്നേക്കാണ്. ആ സമയം കൊണ്ട് നമുക്ക് പുള്ളീനെയും കൂട്ടിയിട്ട് വേണം പോകാൻ വേണ്ടി. കാരണം നമ്മൾ 3 പേരുണ്ടല്ലേ, സാറിനെ പിടിച്ച് നമുക്ക് കയറ്റി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. വരുമോ? അഡ്മിറ്റ് ആയിരിക്കൂലേ? പറയാൻ പറ്റത്തില്ല എങ്ങനെയാണെന്നുള്ളത്. ചിലപ്പം അവിടുന്ന് കണ്ടുപിടിച്ച പോലെ തന്നെ ചെറിയ സ്ക്രാച്ച് ഉള്ളെങ്കിൽ നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല, അത് തന്നെ മതി. അതായത് കൂടുതലുണ്ട് MRI സ്കാൻ ഇല്ലേ, MRI CT ഇതിനകത്ത് രണ്ടിനകത്ത് കറക്റ്റ് ആയിട്ട് കിട്ടും. എക്സ്റേനകത്ത് കറക്റ്റ് ആയിട്ടുള്ള കിട്ടൂല, കാലാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ പിന്നെ എന്നെ വന്നുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞങ്ങള് എല്ലാരും കൂടെ ഫാമിലി ആയിട്ട് ഇതിനൊരു യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഇല്ല നടക്കുള്ളൂ. ജനുവരി നമുക്ക് നമ്മുടെ ഇല്ലല്ലോ, അടുത്ത വീക്കിലല്ലേ പോറ്റുള്ളൂ. സ്റ്റാൾ എടുക്കാൻ പോകണ്ടേ? ഗൈസ് നോക്കൂ, ജനുവരിയിൽ എങ്ങനെയാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരി ഫസ്റ്റ് വീക്ക്, അതായത് ഒരു 7-8 നമുക്ക് പിന്നെ അവിടെ വണ്ടി സെറ്റ് ആകത്തുള്ളൂ. കാരണം 2 വണ്ടി 2 സ്ഥലത്തായിപ്പോയി. അതായത് ഒന്ന് കോഹ്ലിയുടെ അടുത്ത്, ഒന്ന് മറ്റവൻ്റെ അടുത്ത് ആയതുകൊണ്ട് മറ്റവൻ്റെ പേപ്പർ പെട്ടെന്ന് ശരിയാവും. പക്ഷേ ഇതിൻ്റെ ലൈലാൻഡിൻ്റെ പേപ്പർ, സ്റ്റാലിൻ്റെ പേപ്പർ ഫസ്റ്റ് വീക്ക് എന്തായാലും 10-ാം തീയതിയിലേക്കൊക്കെ ആവും വണ്ടി കൈ കിട്ടുമ്പം. അപ്പം ഗൈസ് അതെ നമ്മള് ഒരു വണ്ടിക്ക് 1,30,000 വെച്ച് പേപ്പറിന്റെ പൈസയാണ് കൊടുത്താക്കുന്നത്. ബാക്കി പൈസ നമ്മൾ കൊടുക്കണം. ഏതാണ്ട് ഒരു 8 ലക്ഷം തൊട്ട് 9 ലക്ഷം രൂപ വരെ വരും വണ്ടി നമ്മുടെ കൈ കിട്ടി ഫുള്ള് റണ്ണിങ് കണ്ടീഷനായി നമ്മുടെ കൈ കിട്ടുമ്പോൾ. ഒരു വണ്ടിക്ക് നാട്ടിൽ ഇപ്പോഴും 2006 വണ്ടിക്ക് ചോദിക്കുന്നത് 11.25. നമ്മൾ എടുക്കുന്നത് 2012 വണ്ടി. ആ വണ്ടിക്ക് ഇത്രയും പൈസ ഉള്ളു. ഇതല്ല റണ്ണിങ് കണ്ടീഷൻ അല്ല, സ്റ്റാർട്ടിങ് കണ്ടീഷൻ ആണെങ്കിൽ 4,20,000 രൂപയ്ക്ക് സ്റ്റാർട്ടിങ് കണ്ടീഷൻ വണ്ടി കിട്ടും. പക്ഷെ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു.
പണ്ട് ഇതിന് മാർക്കറ്റ് ഇല്ലാത്ത സമയത്ത് 2.25 ലക്ഷം രൂപയ്ക്ക് വണ്ടി കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, മാർക്കറ്റ് ആയി. അല്ല 2.25 വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ഒന്നും ഇല്ലായിരുന്നു. അതായത് വണ്ടി നമ്മൾ ഇഷ്ടപ്പെടുന്നു, അവിടുന്ന് എടുക്കുന്നു. പണ്ട് നമ്മൾ മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് റെഡിയാക്കണമായിരുന്നു. പക്ഷെ ഇപ്പം 2 ഓപ്ഷൻ ഉണ്ട്, സ്റ്റാർട്ടിംഗ് കണ്ടീഷനും റണ്ണിങ് കണ്ടീഷനും. ഈ കണ്ടീഷനാണ് നല്ലത്. എന്നെ പറ്റിപ്പോയാലും ഒരു 5000-6000 കിലോമീറ്റർ അവർ മാറ്റി തരുമല്ലോ. അതായത് നമുക്ക് ഏറ്റവും നല്ലത് റണ്ണിങ് കണ്ടീഷൻ എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ റണ്ണിങ് കണ്ടീഷൻ എടുത്താക്കുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ എടുക്കാത്ത കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ് കണ്ടീഷൻ ആണെങ്കിൽ അഥവാ പോകുന്ന വഴിക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻഷ്യലിന് ഭയങ്കര പൈസയാണ്, ഇതിൻ്റെ 4x4 ഭയങ്കര പൈസയാണ്, അപ്രോക്സിമേറ്റ് എന്തെടുത്താലും പൈസയാണ്. അപ്പം നമ്മൾ പൈസ ഇതിൽ നോക്കിയിട്ട് കാര്യമില്ല. ലൈലാൻഡാണ് സാധനത്തിന് പൈസയുണ്ട്. ടാറ്റയ്ക്ക് സാധനത്തിന് പൈസ കുറവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാറേണ്ടത്. ലൈലാൻഡ് മാറ്റിയതാണ്. പിന്നെ റൂലബിലിറ്റി അല്ല, റിലയബിലിറ്റി ഭയങ്കര കൂടുതലാണ്. വേറൊരു കേസ്, അതായത് SML-ഉം ലൈലാൻഡും ഒരുമിച്ചാണ് കൊണ്ടുവരുന്നത്. ഞങ്ങൾ രണ്ടായിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്നെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഒരു വണ്ടി ഒരു കാറ്റഗറിയിലും ഒരു വണ്ടി വേറൊരു കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്താക്കുന്നത്. അപ്പോൾ ആ കാറ്റഗറി ആകുമ്പോൾ വലിയ കുഴപ്പങ്ങളും സംഭവങ്ങളും ഉണ്ടാകുന്നതല്ല. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാണ്, അടുത്ത മാസം 10-ാം തീയതിക്ക് ശേഷം എന്തായാലും എടുക്കാൻ പോകാൻ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെയാണ് ഇന്നലെ പിന്നെ മിസ്റ്റർ തുമ്പി വിളിച്ചു ചോദിച്ചപ്പം പറഞ്ഞത്. അപ്പം നമ്മൾ അടുത്ത മാസം ആദ്യം പോകും നിങ്ങൾ വിചാരിക്കുക. പിന്നെ കുറേ പേര് വിചാരിച്ചു എന്താ അതുമാത്രം കൊണ്ടുവരാത്തത്, എന്താണ് അതുമാത്രം കൊണ്ടുവരാത്തതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പം അവരോടാണ്, അതായത് അതുമാത്രം കൊണ്ടുവരാത്തതല്ല, അതിന് പേപ്പർ ശരിയാണെങ്കിൽ 20 ദിവസം എടുക്കും. അതായത് സ്റ്റാലിനും SML-നും പേപ്പർ ശരിയാണെങ്കിൽ 20 ദിവസം എടുക്കും. അത് തന്നെ കാരണം എന്ന് വെച്ചാൽ അതിന് ഫ്രഷ് പേപ്പർ ഉണ്ടാക്കണം. ഇതിനൊക്കെ നിലവിൽ പേപ്പർ ഉണ്ട്. അതിന് വെച്ചാൽ 15 വരെ പേപ്പർ ആക്കണം. ആ പേപ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതെ, അതാണ് ഒരു വലിയ യാഥാർത്ഥ്യം. പിന്നെ ഒരു കാര്യം പറയുകയാണ്, 2026 നമുക്ക് പ്ലാനും പദ്ധതിയുള്ള വർഷമാണ്. നമുക്ക് കുറേ പ്ലാനുകളുണ്ട്. അതെല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവും. നമ്മളൊരു ഫെയിം ഞങ്ങൾക്കുള്ളതാണ്. അതായത് നമ്മളൊരു ഫെയിം, അതായത് നമ്മളൊരു സ്ഥാപനം തുടങ്ങുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ഗോളാണ്. ആ ഗോൾ ആദ്യം പൂർത്തിയാക്കണം. രണ്ടാമത്തത് നമ്മൾ വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ അതും നടത്തണം. അതായത് 2021 കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കണ്ടകശനിയായിരുന്നു. അപ്പോൾ അതിന് ആ 2021 വരെയുള്ള കാലഘട്ടം തിരിച്ചു പിടിക്കണം. അപ്പൊ അങ്ങനെ കുറച്ച് സംഭവം. 26 ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല. 6 ഞങ്ങളുടെ തന്നെയാണ്. അതെ അല്ലേ? അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അത് നിങ്ങളോട് പറയാണ്. അപ്പം നമുക്ക് നേരെ പോയി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് വരാട്ടോ. ഈ സാറിനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങനെ എടുത്തു. ഞങ്ങൾ അങ്ങനെ നേരെ പോവാണ്. ഈ വണ്ടിയിൽ ആദ്യമായിട്ടാണ് ഒരാൾ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് ചേട്ടാ? റോളിംഗ് ഉണ്ടോ? കുഴപ്പമില്ല. ആടുന്നുണ്ടോ? തുള്ളുന്നുണ്ടോ? ചാടുന്നുണ്ടോ? സാറേ വേദന ഉണ്ടോ? വേദനയില്ല. ഡ്രൈവിംഗ് കംഫർട്ട് ആണോ? പതുക്കെയാണോ? നമ്മള് നേരെ ഞാൻ വേണേ ഓടിക്കണ്ട. എനിക്ക് ബ്രേക്ക് ഔട്ടാ അറിയത്തില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക് എവിടെയാന്ന് അറിയത്തില്ല. വേദനയുണ്ട് സാറേ ചെറുതായിട്ട്? ഇല്ല. ചൊറിച്ചിൽ, അസ്വസ്ഥത, ചെറിയ ചൊറിച്ചിൽ തുടങ്ങിയപ്പോൾ സംശയം. അസ്വസ്ഥതയോ? ബാൻഡേജ് മുകളിലായിട്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. വേറെ അസ്വസ്ഥത ഒന്നും ഇല്ല. ഇന്നലെ വന്ന് ഇറങ്ങിയപ്പോ ഒരു വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ തിരിച്ചിങ്ങോട്ട് വന്നപ്പം അത്രയും കാല് തട്ടിയില്ല. ഇറങ്ങുന്നോണ്ട് അത്ര പറ്റിയില്ല. കാലം അതായത് സാറിന് സംഭവം വെച്ചാൽ ഞങ്ങൾക്ക് ഒരു സംശയം ഇതിനാണ് പൊട്ടിയാക്കുന്നത്. അപ്പൊ ഒന്ന് MRI സീറ്റും ചെയ്താക്കാം. അതായത് നമ്മൾ 3 മാസം ഇരുന്നിട്ട്, 3 അല്ല 1.5 മാസം നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഇറങ്ങാൻ പറ്റി കഴിഞ്ഞാൽ വീണ്ടും 1.5 മാസം വരും. അപ്പൊ ഇതെല്ലാം കൂടി അങ്ങ് നോക്കിയിട്ട് പോവാണെങ്കിൽ പിന്നെ അറിയാലോ, നമ്മളെപ്പോലെ ആൾക്കാരോട് ഇങ്ങനെ പറയും. അതായത് നമ്മളിങ്ങനെ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ പേടിപ്പിക്കാൻ കുറെ പേരുണ്ടാവും. അത് ഞങ്ങളൊന്ന് പേടിച്ചു അല്ലേ, അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇപ്പോൾ റിസ്ക് എടുക്കുന്നില്ല. ഒന്നും കൂടെ കാണിച്ചൊന്ന് കൺഫേം ആക്കാം, എന്നിട്ട് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലല്ലോ. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പം ഇച്ചിരി വൈകി 10:30-ക്കാണ് അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. ഇച്ചിരി വൈകി, കുഴപ്പമില്ല. 1 മണിയായെന്നുള്ളൂ. പ്രസാദ് സാറിന്റെ കസിന്റെ ഹോസ്പിറ്റലായതുകൊണ്ട് സാറ് വിളിച്ചു പറയുന്നതുകൊണ്ടും നമുക്ക് വലിയ കുഴപ്പം വരില്ല എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. അല്ലേ ജോസ്മി സാറേ? ഞങ്ങളെ കുഞ്ഞാടായിട്ട് കാണും തോന്നുന്നു, അല്ലേ സാറേ? അല്ല, ഞാൻ എപ്പോഴും മാത്തച്ചാച്ചനെ വിളിച്ചിട്ട് അന്ന് ആക്സിഡന്റ് സംഭവിച്ചില്ല വഴിക്കുന്ന ഒരാൾക്ക്. ഞാൻ മാത്തച്ചാച്ചനെ വിളിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചാണ്, അവരുടെ വീട്ടുകാർ വരും, അതുവരെ ഒന്നും നോക്കണം. അന്ന് നമ്മുടെ സീറ്റ്സ് അന്നും നമ്മുടെ കൊടുത്തു. ആണോ? എല്ലാ സീറ്റ്സും കൊടുത്തു. ഗൈസ്, പ്രസാദ് സാർ ഉണ്ടോ അങ്ങനെ ഒരു ഉപകാരമുണ്ട്. എന്തായാലും നമുക്ക് നേരെ പോവാം, എന്നിട്ട് കാണിക്കാം. അത് മാത്രമല്ല, നമ്മളവിടെ 2 പേര് കാത്തും നിപ്പുണ്ട്. അത് കൂടാതെ നമുക്ക് വണ്ടിക്ക് കൂളിംഗ് അടിക്കണം. ആ പാർക്കിങ്ങിലേക്ക് അവനെ വിളിച്ചു വരുത്താട്ടാ. അവിടെ അടിക്കാം അല്ലേ? അമലയുടെ പാർക്കിങ്ങിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവനോട് കൂളിംഗ് അടിക്കാൻ പറയാം. എന്നാലേ വണ്ടിക്ക് ഒരു ഗുമ്മ വരും, അല്ലേ സാറേ? സാറേ, ഇത്രയും ഇതായിട്ട് ഒരു കൂളിംഗ് കൂടെ ഒട്ടിച്ചില്ല, ഒരു സുഖം കിട്ടത്തില്ല. ഉണ്ട്. 500 അടച്ചാൽ മതി.
കേരളത്തിൽ നിയമമാണല്ലോ, അവർക്കൊന്നും പറയാൻ പറ്റൂല. കൂളിംഗ് കണ്ട ഭയങ്കര പ്രൈവസിയാണ്. അതെ അല്ലേ? നേരെ ഞങ്ങളിത് നേരെ എത്തിയിട്ടോ. നമ്മളെ വെബ് സീരീസ് ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. പക്ഷെ ഏറ്റവും നല്ല കൂളിംഗ് ഏറ്റവും കൂടുതൽ ഉടായിപ്പോണ്ടിയായിരിക്കും. എവിടെയാ ഏറ്റവും കൂടുതൽ കൂളിംഗ് ആരോ ഒട്ടിക്കുന്നത്? അത് ഏറ്റവും കൂടുതൽ 100 ഒട്ടിക്കുന്നില്ല. 100 ഒട്ടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിടിക്കും. അങ്ങനെ സാറിന്റെ വീട്ടിലെത്തി. ഇതിനടുത്ത ആള് അമ്മയച്ചിനി അടുത്ത ആളും. അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. നേരെ ഹോസ്പിറ്റൽ. ടോക്കൺ എത്രയായിരുന്നു സാറേ? ടോക്കൺ ഒന്നും പറഞ്ഞില്ല, ഞാനോട് പറഞ്ഞാൽ മതി. ആരോടാ? ഫ്രണ്ടിലെ പുള്ളിയോടോ? അവിടെ ഫ്രണ്ടിലല്ല, നമ്മൾ ക്യാഷായിട്ട് ചെയ്യണം. ക്യാഷായിട്ടിന് ഒരു മെയിൽ നേഴ്സിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. പേര് ഞാൻ മറന്നു. ഇപ്പം ഇതിനകത്ത് വാട്സപ്പിൽ ഒന്ന് എടുത്ത് നോക്കിയാൽ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടി മധുചാച്ചൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. ഓക്കെ, പോവാം ഗൈസ്. ഫൈനലി ഞങ്ങളങ്ങനെ അമലയിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് ഈ വഴിയെ തിരിഞ്ഞാൽ ഇവിടുന്ന് മറ്റൊരു വഴിയിലേക്ക് നമുക്ക് സഞ്ചരിക്കാവുന്നതാണ് കേട്ടോ. നല്ല തിരക്കാട്ടോ അമലയിൽ. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റൽ അമലയാ അല്ലേ? ഓ, നമുക്ക് വേണ്ടി അവരോട് പാർക്കിംഗ് പിടിച്ചു വെച്ചേക്കോ കേട്ടോ. അവർ രണ്ടുപേരും അത് അവിടെ നിൽക്കുന്നു. അവിടെ ഉണ്ട്. ഫൈനലി ഞങ്ങളുടെ പരിപാടി സംഭവങ്ങൾ കഴിഞ്ഞ് പോവാം. എന്തായാലും സമാധാനമായിട്ടോ, സംതൃപ്തിയായി, സമാധാനമായി, എല്ലാം തൃപ്തിയായി. അതായത് നമ്മളെ നോക്കിയതിന്റെ റിസൾട്ട് കണ്ടു. നമ്മൾ വിചാരിച്ച പോലെ ചിന്ന ഭിന്നൊന്നും ആയിട്ടില്ല. എന്തായാലും നമ്മൾ അമലയിൽ ചെറിയ പൊട്ടുണ്ട്, പക്ഷെ 1.5 പൊട്ട തിരക്കായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ 3 മണിക്കൂറായിരുന്നു CTയുടെ ഇത് വരാൻ വേണ്ടി. അപ്പോൾ MRI ഇപ്പം ഇവിടെ ഇല്ല, അപ്പോൾ കോപ്പറേറ്റീവ് പോകേണ്ടി വരും കണ്ണൂര്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് കറക്റ്റ് ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ടു. ആ ഒരു ഒറ്റ ഇത് മാത്രമല്ല, വേറെ ചിന്നലോ സംഭവങ്ങളൊന്നുമില്ല. എന്തായാലും നമ്മൾ നേരെ ഇരട്ടിന്ന് മാട്രയ്ക്ക് പോവാണ്. സാറിനെ ഇപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് 2 ദിവസം നമുക്ക് ഡിസിഷൻ എടുക്കാൻ സമയമുണ്ട്. നീര് വലിയാൻ 2 ദിവസം എടുക്കും അല്ലേ സാറേ? എന്നെ സാറിനോട് എന്നാ പറഞ്ഞേ? നീര് വലിയാൻ 2 ദിവസം എടുക്കും. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ വേണമെങ്കിൽ തീരുമാനിച്ചാൽ മതി. 2 ഓപ്ഷൻ പറഞ്ഞു. ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി, പക്ഷെ റെസ്റ്റ് എടുക്കുമ്പോൾ കാലയിൽ ഒരു കാരണവശാലും ഒരു ഭാരം പോകാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ കമ്പി ഇടുക, അതായത് പ്ലേറ്റ് ഇടുക. പ്ലേറ്റ് എന്നാണ് പ്ലേറ്റ്. 1 മാസത്തേക്ക് ഒന്നും ചെയ്യാതെ നിർത്തുവാണേൽ ഒന്നും ചെയ്യണ്ട, പാടില്ല. എനിക്ക് അതുകൊണ്ടല്ലോ സാറിന് ഇച്ചിരി വെയിറ്റ് ഉള്ളതുകൊണ്ട് ഒരു പേടി. കാരണം വെച്ചാൽ എന്തെങ്കിലും വന്നാലോ എന്നുള്ളൊരു പേടി. അത് നോക്കുന്നത് നല്ല, നമ്മള് പൈസ ലാഭം അല്ല ഇതിനകത്ത് മെയിൻ സംഭവം. നമ്മൾ ഇത് എന്തായാലും അത് അറിയുവാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ഇന്ന് കോടതി പോകുകയാണ്. ഞങ്ങളുടെ വേഷവിധാനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. കൈ ഷർട്ടൊക്കെ ഇട്ട് ഞങ്ങൾ എപ്പോഴും പോകുന്നത് കോടതിയിലേക്കാണ്. ഇന്നാണ് നമ്മുടെ കോടതി. അതായത് കഴിഞ്ഞ 18 കേസുണ്ട്. 18 കേസുണ്ടായിരുന്നത് മാറ്റി വെച്ച് 27ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ കോടതിക്ക് പോവാണ്. അതിന് മുന്നായിട്ട് ഞങ്ങൾ 2 ഷൂ ഓർഡർ ചെയ്തായിരുന്നു. വെറും 1400 രൂപയുടെ പ്യൂമയുടെ ഷൂ. ഇതിലും ഡിസ്കൗണ്ട് ഇനി കിട്ടാനില്ല ഗൈസ്. എല്ലാ ഷൂവും പോയി. ഇപ്പം അത് ഇതുവരെ വന്നില്ല. ക്രിസ്മസ് ലീവ് ആയതുകൊണ്ട് മേടിച്ചിട്ട് കാറ്റ് കാണാൻ വെച്ചുപോയി. അതെ, ഉപയോഗിച്ചില്ല. പിന്നെ ഈ മഞ്ഞത്തും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പല ടെറൈനിൽ ഉപയോഗിച്ച ഷൂ കഥാഹെ 4-5 വർഷം കിട്ടി. പിന്നെ അതുകൂടാതെ നമ്മൾ നേരെ ഫ്ലിപ്കാർട്ട് ഓഫീസിൽ പോകണം. അവിടെ പോയി വേണം എടുക്കാൻ. കാരണം ക്രിസ്മസ് ന്യൂ ഇയർ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്ക് എല്ലാ സ്ഥലത്തും ഈ ഓർഡർ നമ്മൾ പോയി എടുക്കട്ടെ കേട്ടോ. അവരെ പറഞ്ഞ കാര്യമില്ല, സ്റ്റാഫിൻ്റെ ഷോർട്ട് ഉണ്ടാവും. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എൻഡവറിനെ എടുത്ത് നമുക്ക് നേരെ കണ്ണൂർക്ക് പോവാം. കണ്ണൂർ കോടതി പോകണം. അതിൻ്റെ മുമ്പേ മട്ടന്നൂർ ഓഫീസിൽ പോയി വക്കീലിനെ കാണണം. ഫൈനലി നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി. ഒരാൾ കമൻറ്റ് ചെയ്തായിരുന്നു അമേരിക്കൻ സ്പെക്ക് സ്റ്റാർട്ട് ചെയ്ത് 1 മിനിറ്റ് നിർത്തണമെന്ന്. 1 മിനിറ്റ് വണ്ടി നിർത്തിയേക്കാം. ഇന്നലെ കർണാടകത്തിൽ പോയപ്പോൾ എണ്ണ അടിച്ചു. അതാണ് മുക്കാ ടാങ്ക് കാണുന്നത്. ഇനി ഇതാണ് വയർലെസ് കണക്ഷൻ. ഇതിന് വയേർഡാണ് കേട്ടോ. ഈ നമ്മുടെ ആൻഡ്രോയിഡും അതുപോലെ തന്നെ ഐഫോണും സാധനങ്ങളൊക്കെ ഫൈനലി അതും കുത്തി. ഇനിയിപ്പോൾ അത് സെറ്റ് ആയിക്കോളും. ഇതെൻ്റെ ഫോണിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങൾ. ഫോണിൽ ചാർജില്ല ഗൈസ്, ഫോണിന് ചാർജ് ചെയ്യണം. പിന്നെ ഒരു കേസ് ഇന്നത്തെ പരിപാടി കണ്ടു വേണം ബാക്കി സംഭവങ്ങൾ പ്ലാൻ ചെയ്യാൻ. ഇനി അടുത്ത കോടതി എന്നാണെന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പരിപാടി. അതായത് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ അടുത്തെങ്ങാനും ആണോ ഇനിയും വെക്കുന്നതൊക്കെ നോക്കണം. അല്ലെങ്കിൽ എന്നാ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടി മൊത്തം പാളും. ഇന്നത്തെ പരിപാടി ഇന്നത്തെ കോടതി കഴിഞ്ഞാൽ അറിയാം അടുത്ത ഡേറ്റ് എന്നാന്നുള്ളത്. അതിനനുസരിച്ച് വേണം അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി. അതുകൂടാതെ ആസാമിലെ കേസ്, അതുകൊണ്ട് ഇതെല്ലാം കൂടി ആയപ്പം കുശാലായി. നമ്മളിരിക്കുന്ന കയ്യിലിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണം കേട്ടോ. ഉപയോഗിച്ചില്ലേ അത് പഴയിപ്പോൾ ഗൈസ്. ഇതുണ്ട്, ഇത് നമ്മുടെ ഇൻസ്റ്റയാണ്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണം. അപ്പോൾ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതെല്ലാം വിഷയമാണ്, ഇതെല്ലാം പോവും. എൻ്റെ കയ്യിലേ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗസ് കയറും ക്യാമറേൻ്റെ അത് ഉപയോഗിച്ചില്ല. ഇത് പോയെന്ന് പൊട്ടിയാൽ മതി കേട്ടോ. അതുകൊണ്ട് ഇതെന്തായാലും ഒന്ന് ഉപയോഗിച്ചേണ്ടിയിരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല വേറെ സംഭവം കൂടെ ഉണ്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി. ഇത് ഇതിനാണല്ലോ മേടിച്ചാക്കുന്നത്. ശരിയാണ് അല്ലേ? അത് കറക്റ്റ് കേട്ടോ 360. അപ്പോൾ അതിൻ്റെ ഇത് കിട്ടൂലേ ഇവിടെ? എന്നാടാ മറ്റേ ഫ്രണ്ട്
നൈസ് ഗായ്സ്. ഇനി നമുക്ക് കുറച്ച് നേരം ഇൻസ്റ്റാ 360 കാണാം കേട്ടോ. ഗായ്സ് ഫൈനലി നമ്മൾ ഫ്ലിപ്കാർട്ടിൽ വന്നു. ഷൂ മേടിച്ചു. ഇതാണ് ഷൂ. എങ്ങനെയുണ്ട് ഷൂ? ഫ്രണ്ടിലോട്ടാ ക്യാമറ വെച്ചേക്കുന്നത്. അല്ല അത് ഇപ്പുറത്തോട്ട് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയായിരുന്നു? ഫ്രണ്ടിൽ എടുത്തിട്ട് നമ്മൾ സൈഡിലേക്ക് എടുക്കുമല്ലോ. 360 അല്ലേ? മറന്നുപോയി ഗൈസ്. ഇതാണ് ഷൂ നല്ലതാണ്. പക്ഷെ ഇതിന്റെ അടിയിലത്തെ മോനെ അത്ര പൈസയേ ഉള്ളൂ. എത്ര? 1400 രൂപയ്ക്ക് ഇതിൽ നല്ല എവിടെ കിട്ടാൻ. പക്ഷെ ഇതിനകത്ത് പൂമ ഇവിടെ ഒളിപ്പിച്ച് വെച്ചാൽ ഇവിടെ പുറത്ത് എവിടെയും പൂമയില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ. എവിടെ? ഇവിടെ മാത്രം. സൈഡൊന്നും ഇല്ല. അറിയോ? ഇല്ല. കുഞ്ഞോഞ്ഞാന്റെ മോനല്ലേ? കുഞ്ഞോഞ്ഞാൻ ആരാ അറിയോ? അറിയില്ലല്ലേ? എന്റെ പപ്പയുടെ അനിയന്റെ ഭാര്യയുടെ ആങ്ങളെയാണ് കുഞ്ഞോഞ്ഞാറ്. അവറാഞ്ചേരനില്ലേ? വരിക്കാനിക്കില്ലേ? അവരിവിടെ ഇപ്പൊ താമസിക്കുന്നത്. പെങ്ങളും അളിയനും. ചേട്ടൻ വരിക്കാനിക്കില്ല. അപ്പൊ നിങ്ങൾ എവിടെ താമസിക്കുന്നത്? മാത്രമേ കാലാങ്കില്ലായിരുന്നു. ഇങ്ങോട്ട് വന്നു. എങ്ങോട്ട് പോന്നെ? ഞാൻ കോടതിയുണ്ട്. കോടതി പോകും. ഒരു ഷൂ ഇവിടെ വന്നായിരുന്നു മേടിക്കാണ്ട് വന്നു. ഒരു ഷൂ ഇവിടെ വന്നായിരുന്നു മേടിക്കാണ്ട് വന്നു. ഇവിടെ ഓടുവാണോ ചേട്ടനോട്? ഞാനൊരു കോടതി ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോകട്ടെ. സമയം ഭയങ്കരമായിട്ട് പോയി. തപ്പ വീട്ടിൽ തന്നെ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. നിങ്ങളെ നമുക്ക് പരിചയങ്ങളില്ലല്ലോ. ഓക്കെ പോട്ടെ. ശരി. ഓക്കെ ഗൈസ് നോക്ക് ഫൈനലി നമ്മളങ്ങനെ പോവുകയാണ്. എല്ലാ പരിപാടി ഇവിടുത്തെ കഴിഞ്ഞു. സമയം ഇപ്പോൾ 9:07 നമ്മൾ 8:30 ഇറങ്ങി. അല്ല 8 മണിക്കെങ്ങാനും ഇറങ്ങിയതാണ്. ഫുഡ് കഴിച്ചു. ഫുഡെല്ലാം കഴിച്ചു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും സമയം 11 മണിയാവും. നമുക്ക് നേരെ ഇവിടുന്ന് ഇനി ഇരട്ടിന്ന് വേണം നമുക്ക് മട്ടന് പോകാൻ വേണ്ടി. മട്ടനിൽ നിന്ന് വക്കീലിനെ കൂട്ടിക്കൊണ്ട് വേണം നമുക്ക് നേരെ പോകാം കേട്ടോ. ഫൈനലി ഞങ്ങൾ കണ്ണൂരെത്തി. ഞങ്ങളെ അതിനിടയ്ക്ക് 2-3 പരിപാടിക്ക് ഇപ്പോൾ സമയം പോയി. ഇതാ കോടതി കയറട്ടെ. വക്കീൽ കുറേ നേരം പോയിട്ട് ഞങ്ങൾ പോട്ടെ കേട്ടോ. 10-11 മണിക്ക് കയറും. 5 മിനിറ്റ് കൂടെ ഉണ്ട്. അതായത് ഗവൺമെന്റ് എത്തിയതുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടറാ. ഇന്ന് എങ്ങനെയാ എന്താന്നൊക്കെ അറിയാം കേട്ടോ. അതെ പുതിയ കോടതി വരുന്നോണ്ടേ എല്ലാ സംഭവം എടുത്തു കളഞ്ഞ് എല്ലാം സെറ്റപ്പാക്കി വെച്ചേക്കുക. ഗൈസ് ഇതിൻ്റെ ഇടവഴി ഉണ്ട്. അതിലെ വേണം കയറാൻ. ഓട്ടോ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതിലെ വേണം ഇങ്ങനെ കറങ്ങി വേണം നമുക്ക് ചെന്നിട്ട് എന്താവും നോക്കട്ടെ. എന്നിട്ട് ബാക്കി പറയാം കേട്ടോ. കോടതിയിലെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ നേരെ വണ്ടി എടുത്തിട്ടോട്ടെ. എന്നിട്ട് ബാക്കി കാര്യങ്ങളെയും വിശദമായിട്ട് പറഞ്ഞുതരാം. വണ്ടിയിൽ നിന്ന് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം വണ്ടിയുടെ അടുത്തെത്തട്ടെ. ഗൈസ് നോക്കൂ ഫൈനലി നമ്മൾ വണ്ടി കയറി. നമ്മൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോവാണ്. സംഭവം വളരെ സിമ്പിൾ ആണ്. 13, 15, 17 അല്ലേ കേട്ടോ. അപ്പൊ ഇത്രയും രീതിയിൽ 3 ദിവസം നമ്മൾ വരണം. അടുപ്പിച്ചാണ് വെച്ചാക്കുന്നത്. അപ്പം അതിലെ 3 പേർക്ക് സമൻസ് വിട്ടുണ്ട് കോടതി. 6 മാസം കൊണ്ട് കേസ് തീർക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഓർഡർ. അപ്പൊ അതേപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഗൈസ്. അതായത് ഇനിയിപ്പോ നമ്മുടെ സീനിയർ വക്കീലാണ് വരേണ്ടത്. സീനിയർ വക്കീൽ വന്നാണ് വിചാരണയല്ലേ വിചാരണ നടക്കാൻ പോകുന്നത്. വിചാരണയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വിധി വരും. എങ്ങനെ ആവുന്നൊന്നും അറിയത്തില്ല. ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എങ്ങനെയാവും എന്താവും എന്നൊക്കെ ഉള്ളത്. അതേ സമയത്ത് തന്നെ പാസ്പോർട്ടിന്റെ കാര്യങ്ങളും നമുക്ക് മൂവ്മെന്റ് ചെയ്യണം. എന്തായാലും 6 മാസത്തിനുള്ളിൽ തീർക്കണം എന്നുള്ളതാണ് ഇത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണുന്ന പുറത്തും പോകണം. ഇപ്പം കണ്ടോ അടുത്ത മാസം 1 നമുക്ക് എവിടെ പോകണ്ടായിരുന്നു? നമുക്ക് മറ്റേ ഇവിടെ പോകണ്ടായിരുന്നു. അതായത് പത്താങ്കോട്ട് പോകണ്ടായിരുന്നു. പറ്റൂല. ഇനിയിപ്പോ സെക്കൻഡ് വീക്ക് അതായത് ഒരു 20 ചേർന്ന് 15 കഴിഞ്ഞിട്ട് അറിയാം. അല്ല 20 ഇനി നമുക്ക് പോവാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ സെക്കൻഡ് വീക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഇനിയിപ്പോ സ്റ്റാലിംഗ് ഒക്കെ ഇപ്പൊ എടുക്കത്തുള്ളൂ. അല്ലാതെ വണ്ടി എടുക്കാനും പറ്റത്തില്ല. അപ്പം നമ്മൾ എപ്പോഴും കോടതിയിൽ കറക്റ്റ് ഹാജരാകുന്നതാണ്. അപ്പം നമ്മൾ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അങ്ങോട്ടാ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ കാണിക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്കിപ്പോൾ നേരെ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകാം. ഇവിടെ നിന്നാണ് നമുക്ക് നേരെ തിരിയേണ്ടത്. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണ്ട. അവിടെ ഒരു ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ട് ഞങ്ങളുടെ അതിൽ ഞങ്ങളോട് അപേക്ഷിച്ചോളാൻ പറഞ്ഞായിരുന്നു. ഇപ്പം കേസുള്ളവർക്കും പാസ്പോർട്ട് കൊടുക്കണം. അത് എത്ര വർഷം കൊടുക്കണമെന്ന് മാത്രമല്ല, എത്ര വർഷത്തേക്ക് കൊടുക്കണം എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. ഓൾറെഡി കേസുള്ളവർക്കെല്ലാം 2 വർഷം വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് പോയി നോക്കട്ടെ. എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. ഒരു ഓർഡർ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. ആ ഓർഡറും കൊണ്ട് വേണം പോകാൻ വേണ്ടി. പിന്നെ അത് കൂടാതെ ഒരു കാര്യം കൂടെ. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഇതിൽ പാസ്പോർട്ട് ഓഫീസ് വഴിയും പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ ഒരു കേസ് വരുമ്പോഴുള്ള ഒരു സംഭവങ്ങൾ നിങ്ങൾ ആലോചിച്ചോണം. എന്തോരം ചെലവ് വരുമെന്ന്. ഇപ്പം നമ്മൾ എത്ര വർഷം 2021 തുടങ്ങിയ കേസാണ്. 26 ആകാറ്. 5 വർഷം അടുത്തു. 5 വർഷമായി. 21 കേസ്. 21 ഇപ്പം 26 ആയില്ലേ. എത്ര വർഷമായി. എന്തോരം സാമ്പത്തികമാണോന്നറിയാമോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ചിലവ്. ഇനിയിപ്പം ഈ 6 മാസം എന്ന് പറയുന്നുണ്ടല്ലോ,
നമ്മൾ എപ്പോഴും വരേണ്ടി വരും. ഒരു പ്രാവശ്യം പോലെ ആബ്സെന്റ് ആകാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല. പിന്നെ അടുപ്പിച്ച് ഡേറ്റ് ഇടാൻ സാധ്യതയുണ്ട്. പിന്നെ അടുപ്പിച്ച് ഡേറ്റ് ഇടാൻ സാധ്യതയുണ്ട്. എന്തായാലും സീനിയർ വക്കീൽ വന്നാണ് ഇനി വാദിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി അതിൻ്റെ ഫൈനും കാര്യങ്ങളൊക്കെ അടച്ചതാണ്. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. എന്തേ ഈ കാണുന്ന വഴിയെ നമുക്ക് നേരെ പോയിട്ട് ആ പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് കുറച്ച് സംശയങ്ങളുണ്ട്, അത് തീർക്കട്ടെ. എനിക്ക് തോന്നുന്നു കോഴിക്കോട് പോകേണ്ട വരുമെന്നാ തോന്നുന്നത്. കോഴിക്കോട് പോകേണ്ടി വരും. ഇവിടെ നമുക്ക് കിട്ടൂല. കോഴിക്കോട് നമ്മൾ അപേക്ഷ വെക്കണ്ട. പക്ഷെ 2 വർഷത്തെ പാസ്പോർട്ട് ഇവിടുന്ന് കിട്ടിയായിരുന്നു. നമുക്ക് ഇവിടുന്ന് അല്ല കിട്ടിയത്. കയ്യിലുള്ള പാസ്പോർട്ട് കളയണ്ട കേട്ടോ. നമുക്ക് 10 വർഷത്തെ പാസ്പോർട്ട് കൈ കിട്ടിയതാ കേട്ടോ. 3 ദിവസം കഴിഞ്ഞ് പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോഴാണ് എല്ലാം തലക്കം പറഞ്ഞത്. ഇപ്പൊ നമുക്ക് വന്നാക്കുന്ന ഓർഡർ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഓഫീസർ തരുവാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പാസ്പോർട്ട് ഓഫീസ് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ടുഡേ ഫുൾ ലീവ്. ടുഡേ ലീവ് കണ്ണൂർ. എന്താ ചോദിച്ചേട്ടാ? ഇനിയിപ്പോ 1-ാം തീയതി ഉള്ളോ? അറിയാം. മറ്റേ പാവി ചെല്ലുന്നുള്ള പാതാളം എല്ലാം പ്രശ്നങ്ങൾ തന്നെ. 2025 ഇങ്ങനെ ഒരു തൊലഞ്ഞ വർഷം. അയ്യോ, 2026 നമ്മുടെ ലിവിനോടെ സംസാരിക്കുന്ന അതറിയാൻ എടുത്തു. ഇതുണ്ടോ ഇത്? അതവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടോ? എന്താണോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എനിക്കറിയത്തില്ല. എന്നിട്ട് ചോദിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുക. നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ പാസ്പോർട്ട് ഓഫീസിൽ വന്നു പെട്ടു. തിങ്കളാഴ്ച പാസ്പോർട്ട് ഓഫീസ് കൊടുക്കത്തുള്ളൂ. നമ്മളൊരു സംശയം ചോദിക്കാണ്ട് വന്നതാണ്. ഇനിയിപ്പോ നമുക്ക് അക്ഷയ വഴി അപേക്ഷിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. അബദ്ധം പറ്റില്ല, അറിയാവുന്ന അക്ഷയ പോയിട്ട് അപേക്ഷിക്കണം കേട്ടോ. കേസുണ്ട്. കേസ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് അബദ്ധം പറ്റി. ഞങ്ങളുടെ വണ്ടിയുടെ PCC വേണമായിരുന്നേ, മറ്റേ രജിസ്ട്രേഷന്. ഞങ്ങൾ എന്നിട്ട് അവിടെ പോയിട്ട് സ്ഥലത്ത് നിന്ന് ചേച്ചിനെ കൂടെ എടുത്തു. ചേച്ചി എടുത്ത് തന്നത് ഞങ്ങളുടെ PCC. ഞങ്ങൾക്ക് വേണ്ടത് വണ്ടിയുടെ PCC. പോലീസുകാർ നല്ല ആയതുകൊണ്ട് എല്ലാ സെറ്റ് ചെയ്ത് 1500 കേട്ടോ ഇപ്പം PCC എടുക്കുന്നതിന്. ഇപ്പം വെറുതെ ഒന്നും പോയി PCC സംഭവങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അതേപോലെ തന്നെ പാസ്പോർട്ട് നമ്മൾ കേസ് ഉണ്ടെന്നും പറഞ്ഞ് അപ്ലൈ ചെയ്തിട്ട് ഓർഡറൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ കുറേ പരിപാടിയുണ്ട്. എല്ലാം നോക്കട്ടെ എങ്ങനെയാവുന്നു. ഈ കേസുള്ള സമയത്ത് തന്നെ വിസ അടിച്ച് നമുക്കൊരു 10 ദിവസമെങ്കിൽ 10 ദിവസം ഒന്ന് പോയിട്ട് വരാം. കേസുള്ളവനും കേസില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ചിരിക്കുന്നുണ്ടോ? ഇന്നലെ വരെ അല്ലല്ല, കഴിഞ്ഞ മാസം വരെ പുള്ളിക്ക് കേസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ കോടതിയിൽ കുറ്റവാളികൾ എന്ന് വിളിച്ചു. കഴിഞ്ഞ മാസം വരെ കഴിഞ്ഞ മാസം പുള്ളി കുറ്റവിമുക്തനായതേ ഉള്ളൂ. പുള്ളി 2 കേസുള്ള കുറ്റവാളിയായിരുന്നു കേട്ടോ. ഗൈസ് പറയാനൊക്കെ എളുപ്പ. കുടുങ്ങി കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ PDPP ആയിട്ട് ഇത്ര. അപ്പൊ വലിയ കേസൊക്കെ ആണല്ലോ, മേലോട്ടിരുന്ന് നോക്കിയാൽ മതി. കേസ് 10 വർഷം കൊണ്ട് നിങ്ങളുടെ ഏതൊക്കെയായിരുന്നു? അതൊന്ന് ഒരു അത് മനസ്സിലായി. അല്ല, ഏത് സെക്ഷൻ? സെക്ഷൻ 10 വർഷം എടുത്തല്ലേ? നോക്കിയാ പാസ്പോർട്ട് ഓഫീസ് ഫുൾ അടഞ്ഞെടുക്കട്ടെ. ഇത് ടാറ്റയുടെ TCSന്റെ അണ്ടറിലാണ് ഇതിന്റെ സംഭവങ്ങൾ വരുന്നത്. അല്ലല്ല, പുള്ളിയുടെ വേറെ വക്കീലായിരുന്നു കേട്ടോ. പാസ്പോർട്ട് അതെ, ശരിക്കും പറഞ്ഞല്ലോ ശിക്ഷയല്ല, ഈ നടപ്പിലാണ് എല്ലാ സംഭവം. ഈ നടത്തിക്കാണ് മെയിൻ ശിക്ഷ. അതെ, പിന്നെ സാമ്പത്തിക ചെലവ്, പിന്നെ നമ്മുടെ നമുക്കൊരു കാര്യം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. 2021 മുതൽ ഈ 25 വരെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് വളർച്ചയില്ല എന്ന് ചോദിച്ചാൽ ഹായ് ഗൈസ്, ചേട്ടാ ഹായ്. 2021 മുതൽ ഇതുവരെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് വളർച്ചയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇത് നേരെയാണോ ഇങ്ങോട്ടാണോ? എങ്ങോട്ടാ പോണ്ടേ? ഇങ്ങോട്ട് നോക്കാം. 21 മുതൽ ഇതുവരെ വളർച്ചയില്ലാത്തതിന് മെയിൻ കാരണം നമുക്കൊരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റൂലായിരുന്നു. കാരണം എന്തെങ്കിലും ഫോക്കസ് ചെയ്യുമ്പോഴേക്കും കേസ് വിളിക്കുന്നു, അപ്പൊ ഇങ്ങോട്ട് വരണം. ഇതൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ. സാമ്പത്തിക നഷ്ടം പറഞ്ഞു കഴിഞ്ഞല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപ വരുമെന്നറിയാം മൊത്തം കേസ് നടത്തിയതിന്റെ. അതെ, ഒരു കാര്യമില്ല. അല്ലാതെ ഇനി വേറെ വകുപ്പൊന്നും ഞാൻ നോക്കിട്ട് ആരെന്ത് ചോദിച്ചാലും സ്നേഹം കൊണ്ട് അങ്ങ് കീഴടക്കി കളയാം. ഇതേപോലെ കള്ളക്കേസ് കൊടുത്ത പോലെ ഓരോ മനുഷ്യന്മാര് കുടുങ്ങാൻ വേണ്ടി. ഗൈസ് ഇത് കണ്ടോ, ഇവിടെയാണ് ഞങ്ങളുടെ കേസ് നടന്ന സ്ഥലം. ഇതുണ്ടോ, ഇതാണ് കറക്റ്റ് കോടതി. പണ്ട് ഇതിങ്ങനെയല്ലായിരുന്നു. ഇതിന് കവാടവും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അവിടെ പുതിയ കോടതി പണിയുന്നുണ്ട്. ഒന്നുമില്ലാത്തത് ഇത് കണ്ടോ, ഇതാണ് നമ്മൾ സ്ഥിരം. ഇതിങ്ങോട്ട് നോക്കിയേ, ഈ സ്ഥലമാണ് സ്ഥിരം ഞങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലം. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ മൊത്തത്തിൽ എല്ലാം കൂടെ കഴിഞ്ഞ് കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ എന്ത് വിധി വരുമെന്ന് മാത്രം അറിയത്തില്ല. ഇല്ലടാ ലിവിനെ, നമുക്കറിയത്തില്ല. അതൊരു ഇപ്പോൾ ഒരു എന്നാ പറയാ, ഒരു ഇതുപോലെ നിൽക്കുകയാണ്. എങ്ങനെയാവുന്നുള്ള കോടതി അത് തീർക്കണമെന്ന് പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തൊരു കേസ് നമ്മൾ നിങ്ങളോട് ഇന്നലെ എന്നാ പറഞ്ഞേ, അതായത് ഞങ്ങൾ സെക്കൻഡ് വീക്കിൽ എവിടെ പോകുമെന്ന് പറഞ്ഞ് പത്താങ്കോട്ട് പോകുമെന്ന് പറഞ്ഞു. നടക്കൂല കേട്ടോ. വണ്ടി പേപ്പറൊക്കെ ആയിപ്പോൾ അവിടെ കിടക്കുന്നുണ്ടാവും. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇനി ഇത് കഴിയാതെ പോകാൻ പറ്റുമോ? അല്ല ചേട്ടാ, നമ്മളിപ്പോൾ നാളെ കഴിഞ്ഞ് പോയെന്ന് വിചാരിച്ചോ, അവിടെ ഫസ്റ്റ് വീക്കിലല്ലേ റെഡി ആവുക. ഫസ്റ്റ് വീക്കിൽ പേപ്പർ റെഡി ആയി കഴിഞ്ഞ് നമ്മൾ ചെന്ന് 10, 15, 20 ദിവസം എടുക്കും ഓടി വരണേല്.
പകല് മാത്രമല്ലേ ഓടാൻ പറ്റുള്ളൂ. കാരണം പിന്നെ രാത്രിയിലൊക്കെ വരുന്ന വഴിക്ക് എന്തെങ്കിലും കൊഴിഞ്ഞു വീണ് കഴിഞ്ഞാൽ എന്നാ ചെയ്യും? വല്ല കാറ്റിലൊക്കെ പെട്ടു. ഇത് ഇനി അടുത്തൊരു സാധനം കാണിച്ചു തരാം. ഇതാണല്ലോ നമ്മുടെ RTO സ്റ്റേഷൻ. എത്തിയില്ലോ ടൗൺ സ്റ്റേഷൻ? എത്തിയിട്ടില്ല. ടൗൺ സ്റ്റേഷൻ അപ്പുറം കേട്ടോ. അവിടെയാണ് മാസങ്ങളോളം വർഷങ്ങളോളം ഞങ്ങളുടെ വണ്ടി കിടന്നത്. ഞങ്ങളുടെ സ്വന്തം ഓണർഷിപ്പിലുള്ള വണ്ടി ഞങ്ങൾ തന്നെ ഇങ്ങനെ കൗതുകത്തോടു കൂടി പുറത്തു നോക്കായിരുന്നു. ഇന്ന് കിട്ടുമോ, നാളെ കിട്ടുമോ. എത്ര വർഷം എടുത്തരാ കിട്ടാൻ വേണ്ടി? 1.5 കൊല്ലം കൊണ്ട് എടുത്തു. 1.5 കൊല്ലം കേസ് കളിച്ചിട്ടാണ് വണ്ടി വിട്ട് കിട്ടിയത് കേട്ടോ. ഇനിയിപ്പം ഈ ഒരു എന്താ പറയാ അവസ്ഥ, അതായത് ഇപ്പം നമ്മളിപ്പോ ഈ 10 പോയിട്ട് അത് എടുത്തോണ്ട് വരലും 17 ശേഷം 17 ശേഷം അടുത്ത ഡേറ്റ് വെക്കൂലേ? അങ്ങനെ 13 കേസ് വെച്ചിട്ടില്ലേ? 13 വെച്ചിട്ടുണ്ട്, 15 വെച്ചിട്ടുണ്ട്. ഈ 17 അടുത്ത ഡേറ്റ് വെച്ച് എന്ത് ചെയ്യും? അല്ല 17 അടുത്ത ഡേറ്റ് ലോങ് അല്ല, അടുത്താണ് പെട്ടില്ലേ? അതാണ് അടുത്തൊരു പ്രശ്നം കേട്ടോ. അതാണ് ഇനിയിപ്പോ വേറെ ഒരു വരാൻ വേണ്ടി പോകുന്ന ഒരു വലിയ പ്രശ്നം. കാരണം 17 അടുത്ത വെച്ചെങ്കിൽ ഒന്നും നടക്കൂല. ആരെങ്കിലും വിട്ടെടുത്തോണ്ട് വരേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ഫൈനലി ഞങ്ങൾ ജെയിംസ് ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ വന്നു. ഞങ്ങളെ എന്നെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതിനെന്തൊക്കെ ഒന്ന് നോക്കണം, പിന്നെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് വേറെ ഒന്ന് കിടപ്പുണ്ട്, അതിൻ്റെ എന്നെ നോക്കണം. അതുകൂടാതെ ഇവനെ ഒന്ന് പൊക്കി നോക്കണം. ഫോർഡ് ഇവിടെ മാസ്റ്റർ പീസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഫോർഡ് എടുത്തത്, ജെയിംസ് ചേട്ടൻ പണി അറിയാവുന്നതുകൊണ്ട്. അല്ലെങ്കിൽ എന്നെ ഇവിടെ മെയിനായിട്ട് പണിയുന്ന ഫോർഡാണ്. പുള്ളി ഫോർഡിലെ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്ന ആളാണ്. അത് ഇവിടെയല്ല. അപ്പോഴേ ഇതൊന്ന് പൊക്കി നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് ഓഫ് റോഡ് പോയില്ലേ, അപ്പോൾ ഓഫ് റോഡ് പോയപ്പം ഒരു 2-3 ബുഷിന് പിന്നെ എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഇങ്ങനെ എന്നുള്ള സൗണ്ട് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കണം, ബുഷിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. പിന്നെ അതിൻ്റെ ഒരു സാധനമുണ്ട്, ആ സാധനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് ഓർഡർ ചെയ്യണം. ഇതിൻ്റെ സാധനത്തിന് കണക്കെടുത്തോ എന്ന് അറിയത്തില്ല കേട്ടോ. ഈ സാധനമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് കണ്ണൂർ കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ വണ്ടി കൂടുതലായി വണ്ടി, നമ്മുടെ വണ്ടി കുറവുള്ള ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറവുള്ള എടുത്തു, ഇഷ്ടം പോലെ കുറവുള്ളല്ലേ? അല്ലേ, കുറവുകളില്ലായിരുന്നു. അതേപോലെ എൻഡവറും വളരെ കുറവായിരുന്നേ. ഇപ്പം എൻഡവറേ ഉള്ളൂ, വേറൊരു സാധനം കാണാനില്ല കേട്ടോ. കണ്ടമാണ് എൻഡവർ. ഒന്ന് പിന്നെ ജെയിംസ് സാറിനോട് ചോദിക്കണം. ജെയിംസ് സാറിൻ്റെ ഫോർഡിൻ്റെ മെഷീൻ ആണെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്യണം മറ്റു സാധനം. ആ മെഷീൻ ആയിരിക്കില്ല ഇത്, ഫോർഡിൻ്റെ മറ്റേ മെഷീൻ ആയിരിക്കില്ല. അവിടെ ഫോർഡിൻ്റെ മെഷീനാണ് മറ്റേത്, സെൻസർ അല്ലല്ല, മറ്റേ ലാപ്ടോപ്പ്. നമ്മുടെ മറ്റേ ഇതൊന്ന് നോക്കണം, അതിൻ്റെ ട്രാൻസ്മിഷൻ്റെ. നമ്മളന്ന് ഓയിൽ മാറ്റിയിട്ട്, ഇതിന് ട്രാൻസ്മിഷന് പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ട്. ഓയിൽ മാറ്റിയിട്ട് നമ്മൾ ട്രാൻസ്മിഷന് വേണ്ടി ചോദിച്ചു നോക്കാം. ജെയിംസാറിന് അറിയാമല്ലോ. പോക്കട്ടെ കേട്ടോ. ഓടി വന്ന് നന്നായി, ഇല്ലാതെ ഇപ്പോൾ സ്വിഫ്റ്റ് കയറിയാണ് കേട്ടോ. ഇവന് പണിയുണ്ട്, ഇവന് അത്യാവശ്യം, ഇവന് സസ്പെൻഷന് പണിയില്ലെന്ന് തോന്നുന്നു, വേറെ എന്തൊക്കെയോ പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും സർവീസ് ചെയ്യണം ബുഷുകൾ കാര്യങ്ങളൊക്കെ. ഇവനും അങ്ങനെ തന്നെ ഏകദേശം. ഇവൻ്റെ എല്ലാം ടയർ ഇതിന് 4 ടയർ മേടിക്കണം, പിന്നെ ഇതിന് 4 ടയർ മേടിക്കണം, അക്കോർഡിന് വേണ്ട കേട്ടോ. 8 ടയറിനും മേടിക്കണം. 8 ടയറിന് തന്നെ വലിയ പൈസയാവും. 40-40,000 രൂപ 8 ടയറിന്. 8 ടയറിന് 7 വണ്ടിക്കാ? 2 കുറവളയ്ക്ക് പറഞ്ഞത് 4,500 രൂപ. എന്താ ചെയ്യാം, നമുക്ക് ഇതിൻ്റെ അടിയിലൊരു പടപടാന്നൊരു എന്താ പറയുക, ഒരു ഇതിൻ്റെ അടിയിലായിരിക്കും ഇങ്ങനെ ബുഷ് പോയതിൻ്റെ ഒരു സൗണ്ടും, പിന്നെ അതേപോലെ തന്നെ ഇന്ന് തുമ്പി പറഞ്ഞായിരുന്നു ഒരു സംഭവത്തിൻ്റെ പേര്, എന്നാന്ന് അറിയത്തില്ല, അത് നോക്കണം കേട്ടോ. അതിൻ്റെ ഒരു ഇത്, അത് രണ്ടും ഒന്ന് നോക്കിയിട്ടാണ് ബാക്കി കാര്യം. അന്ന് വീൽ അലോട്ട്മെൻറ്റ് ചെയ്യാൻ നേരത്ത് എല്ലാം നോക്കിയതാണ്. എന്തായാലും പൊക്കട്ടെ, പൊക്കി കഴിഞ്ഞ് ജെയിംസ് ചേട്ടനെ കൂടെ നോക്കിക്കാം. അല്ലല്ലേ ഇത് ജെയിംസ് ചേട്ടാ, വാ ഇതുവഴി വാ. പൊക്കി നോക്കട്ടെ ജെയിംസ് ചേട്ടാ. ഇതിങ്ങനെ നമ്മളിങ്ങനെ കയറ്റം പോലെ സ്ഥലത്ത് ഇങ്ങനെ വെക്കൂലേ, അപ്പൊ ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ ഇങ്ങനെ ഒരു അടി ഇവിടുന്ന് വരുന്നുണ്ട്. എന്തോ ഒരു സാധനം ലൂസാ, അല്ലല്ല എന്തോ ലൂസായിട്ട് ഇവിടെ എവിടെ എങ്ങാനും എന്തോ ഒരു സാധനം ഉണ്ട്. ഷീൽഡിന്റെ അല്ലപ്പാ, എന്റെ സംഭവം കിട്ടി. അടിച്ച് കളയല്ലേ അടിച്ചേ. ഇതായിരുന്നു വിഷയം. എടുത്ത് എന്നാണ് അടിച്ചേ? ഭാഗ്യം, ഒരു കല്ല് കയറി കിടന്ന കേട്ടാ. കാശ്മീരിലെ കല്ല സൃഷ്ടിച്ചു. ഭാഗ്യം. ഇനി തട്ടിക്കേ. അതായിരുന്നു ക്രന്ന് സൗണ്ട് കേട്ടെ. വേറെ എന്നാ പോയേ? സ്റ്റിയറിംഗ് ബോൾ ജോയിന്റ് പോയിട്ടുണ്ട്. സ്റ്റിയറിംഗ് ബോൾ ജോയിന്റ്. നീ വേറെ ഏത് വണ്ടിയിലാണ് എന്നോട് പറഞ്ഞു, കാരണം ഫോർഡിൽ മാത്രം സമ്മതിച്ചു തരില്ല. കുറച്ച് കഴിയുമ്പോൾ കംപ്ലൈന്റ് ആവും, ഇല്ലാത്ത ഗ്രീസ് പോയിട്ട്. ആണോ? എന്നാലും ഗ്രീസ് പുറത്ത് വരാൻ മാത്രം പുറകെ ഒരു വിള്ളല് വീണിട്ടേ ഉള്ളൂ. കണ്ടോ, ബൂട്ട് ഫുള്ള് പൊട്ടിയിട്ടില്ല. കുറച്ച് ഓടിക്കത്തില്ലേ? കുറച്ച് ഓടിക്കാം ഇല്ലേ? അതായിരുന്നു പ്രശ്നം സോൾവ് ചെയ്യും. ഭാഗ്യം ഇല്ലേ, കാശ് പോയനോ കേട്ടോ. ഭാഗ്യം, അത്ര ഉള്ളതാ. അതായിരുന്നു സൗണ്ട്. ഭാഗ്യം കേട്ടാ. എൻ്റെ പൊന്നെ, അല്ലെ നമ്മൾ പെട്ടുപോയാനെ. ഒരു കല്ല് അതിൻ്റെ മേലെ കിടന്ന നമ്മൾ വിചാരിച്ചു പണി പാളിയെന്ന്.
ബട്ട് നോ പ്രോബ്ലം. ഫൈനലി ഞങ്ങൾ അങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പേടിച്ചു പോയി. അതിനകത്ത് ഒരു കിരികിരാന്നൊരു സൗണ്ട്, ഒരു കല്ല് കയറി കിടന്ന സംഭവം. ഞങ്ങൾ ഷോക്ക് പോയെന്നത് പേടിച്ചതാ. പേടിച്ച് കുറച്ച് അവിടെ വന്നേ. സംഭവം റെഡി. അറിയുന്ന വിഷപ്പുണ്ട്, കുഴപ്പമില്ല. അറിയാത്തടത്താണ് ഇപ്പൊ 4 ഷോക്കും പറ്റിച്ച. നോക്കൂ, ഫൈനലി എന്തായാലും സമാധാനമായിട്ടോ. കല്ല് കയറിയിരുന്നാണ്. എന്റെ വിശ്വാസം ശരിയാണത്, അത് കാശ്മീരിൽ നിന്ന് കയറിയ കാശ്മീർ കല്ല അല്ല. എന്റെ വിശ്വാസം ശരിയാണ്, മാക്കോട്ടത്ത് കയറിയതാ. എന്നാണ് റോഡ് പണിയായിരുന്നു. അതിനോ അതിനും സാധ്യതയുണ്ട്. എന്തായാലും ഭാഗ്യം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഇങ്ങനെ കയറ്റി എടുത്തിട്ട് ന്യൂട്രൽ ഇങ്ങനെ നിൽക്കാൻ ഇങ്ങനെ കിരികിരിന്ന് പറഞ്ഞ സൗണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ആകെ സംശയം. ഇവിടെ ജെയിംസ് ചേട്ടന് അത്യാവശ്യം ഫോർഡിന്റെ എല്ലാം പരിപാടിയൊക്കെ അറിയാനാണ്. പിന്നെ അതുപോലെ 1500 കൊടുത്തു ഒരു വർഷത്തെ റിക്കവറിയും, പിന്നെ അതുപോലെ 3000 കൊടുത്തു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് ഫോർഡിന്റെ ഏത് സ്ഥാപനത്തിലേക്ക്, അതായത് ഏത് ഷോറൂമിലേക്കും റിക്കവർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതും വേണം നമുക്കൊന്ന് എടുക്കാം.